ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഞ്ചേരിക്കാരാ? ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് നല്ല ഒരു അടിമയുണ്ടായിരുന്നു. അല്ലാഹുവേ, വീട്ടുജോലികളെല്ലാം ചെയ്യും, തന്റെ യജമാനൻ പറയുന്നത് പോലെ അനുസരിക്കും. എന്താണോ തന്റെ യജമാനൻ പറയുന്നത് അത് മുഴുവനും ഇബ്നുൽ മുബാറക്കിന്റെ അടിമ പൂർണ്ണമായും പാലിക്കുന്നതാണ്. അത്ര നല്ല മനോഹരമായ ജീവിതത്തിന്റെ ഉടമയാണ് മഹാനായ ഇബ്നുൽ മുബാറക്കിനോട് ഒരു ദിവസം ആ നാട്ടിലെ പ്രമാണികളാണ് കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ അടിമയെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയാനാ നിങ്ങൾ വന്നത്. നിങ്ങൾ നല്ല മഹത്വത്തിന്റെ ഉടമയാരാ, നിങ്ങൾ നല്ല പവർ ജീവിക്കുന്നവരാരാ, അതുകൊണ്ട് നിങ്ങളെ അടിമയെ കുറിച്ച് ഞങ്ങൾക്കൊരു പരാതി പറയാനുണ്ട്. ആ പരാതി ബോധിപ്പിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോ മഹാനായ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല, എന്റെ അടിമയെ കുറിച്ച് നിങ്ങൾ പരാതി പറയുന്നത് ശരിയാവില്ല. കാരണം എന്ത്? അത്രത്തോളം ഈമാനുള്ളവരാണ് എന്റെ അടിമ. രാത്രി സമയത്ത് ഖുർആനോട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഈമാനുള്ളവരാണ് എന്റെ അടിമ. അവര് പറഞ്ഞു, എന്നാൽ നിങ്ങളൊന്ന് പരിശോധിക്കുക, നിങ്ങളുടെ നാട്ടിലാരെങ്കിലും മരണപ്പെട്ടു പോയാ അന്ന് ഇബ്നുൽ മുബാറക് രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവൻ എന്തിനാണ് പോകുന്നതെന്നറിയില്ല. മിക്കവാറും മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ ഖബർ തുറന്നിട്ട് കഫൻ തുറവെടുക്കാനാകുമോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഒരിക്കലും എന്റെ അടിമ അങ്ങനെ ചെയ്യൂല. അവൻ ആവശ്യത്തിന് ഞാൻ ഇവിടെ നിന്ന് കാശ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇല്ല പെങ്ങളെ, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. നിങ്ങളുടെ നാട്ടിലാരെങ്കിലും മരിക്കുന്ന ദിവസം ഇബ്നുൽ മുബാറക്കിനോട് പറയുകയാ, നിങ്ങളുടെ അടിമ രാത്രിയിൽ ആരും കാണാതെ പുറത്തിറങ്ങി പള്ളിപ്പറമ്പിലേക്ക് നടന്നു പോകുന്നത് നാട്ടിലുള്ള മുഴുവൻ ആളുകളും കണ്ടതാണ്. അല്ലാഹുവേ, ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നാട്ടിലൊരു മരണം നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാ. അങ്ങനെ ഒരു മരണം നടന്നാൽ അറിയാമല്ലോ ആരാണ്, എവിടെയാണ് എന്റെ അടിമ പോകുന്നതെന്നറിയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ ഒരു മരണം നടന്നത്. അല്ലാഹുവേ, ഇബ്നുൽ മുബാറക് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇന്ന് രാത്രി എന്റെ അടിമയെ ഒന്ന് വീക്ഷിക്കണമല്ലോ, ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ട അടിമയെ ഒന്ന് വീക്ഷിക്കണമല്ലോ. എല്ലാ ദിവസവും രാത്രിയിൽ അടിമയെ നോക്കുന്നതിനേക്കാൾ ആവേശത്തോടെ അന്ന് മരണം നടന്ന ദിവസം ഇബ്നുൽ മുബാറക് തന്റെ പ്രിയപ്പെട്ട അടിമ എവിടെയാണ് പോകുന്നതെന്ന് നോക്കാൻ കണ്ണിട്ട് കാത്തിരിക്കുകയാ. പക്ഷെ ഇബ്നുൽ മുബാറക് ഉറങ്ങാതെ അടിമ പുറത്തിറങ്ങൂല്ല. അടിമ ഇങ്ങനെ നോക്കുമ്പോ തന്റെ യജമാനൻ ഉറങ്ങിയിട്ടില്ല. തന്റെ യജമാനൻ ഉറങ്ങാറ് എങ്ങനെയാണ് പുറത്തിറങ്ങുക? യജമാനൻ ഉറങ്ങാറ് എങ്ങനെയാണ് പുറത്തിറങ്ങുക? ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു പോയപ്പോ അടിമയതാ വാതിൽ തുറക്കുകയാ. ഇബ്നുൽ മുബാറക് കണ്ടുകൊണ്ട് നോക്കുമ്പോ ജനങ്ങൾ പരാതി പറഞ്ഞതുപോലെ എന്റെ അടിമ രാത്രി ഇറങ്ങി പോവുകയാണല്ലോ, എവിടെ പോകുന്നതെന്നറിയില്ല. ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അടിമ നടന്നുപോയ വഴിയിലൂടെ ഇബ്നുൽ മുബാറക് നടന്നു പോവുകയാണ്. ഒറ്റിച്ചെടികളുടെ മറവിൽ തന്റെ അടിമ തിരിഞ്ഞു നോക്കിയാൽ കാണാത്ത അകലത്തോളം ഇബ്നുൽ മുബാറക് പിന്നാലെ നടന്നു പോവുകയാണ്. അടിമ പോയത് എവിടെയെന്നറിയോ? പള്ളിയുടെ ഖബർസ്ഥാനിന്റെ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. എല്ലാവരും നോക്കിയിരിക്കുമ്പോ എല്ലാ ഖബറാളുകളെയും അടക്കിയിരിക്കുന്ന മൂകതവളം കെട്ടി നിൽക്കുന്ന പള്ളിപ്പറമ്പിലേക്ക് ഇബ്നുൽ മുബാറക്കിന്റെ പ്രിയപ്പെട്ട അടിമ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ചെറിയ ഒരു മുസല്ല ആ ഖബറിന്റെ ഭാഗത്തേക്ക് വിരിക്കുകയാണ്. അല്ലാഹുവേ, എന്നിട്ട് ഇബ്നുൽ മുബാറക്കിന്റെ അടിമയരാ ആ മുസല്ലയിലേക്ക് നിന്ന് നമസ്കാരം തുടങ്ങുകയാണ്. കുറ്റിച്ചെടികൾക്ക് മറവിലിരുന്നുകൊണ്ട് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നോക്കുകയാണ്. എന്താണ് പടച്ചവനെ, വീട്ടിൽ നമസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്റെ അടിമയുണ്ട് ഇവിടെ വന്ന് നമസ്കരിക്കുന്നതല്ല? നോക്കിയിരിക്കുമ്പോ രണ്ടരക്കിഴക്ക് നമസ്കരിച്ച് സലാം വീട്ടിയിട്ട് ഇബ്നുൽ മുബാറക് രണ്ട് കൈ ഇങ്ങനെ ഉയർത്തുകയാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബ്
അദാബിൽ ഖബർ. ഇബ്നുൽ മുബാറക്കിന്റെ അടിമ പൊട്ടിക്കരയുകയാണ്. ഇബ്നുൽ മുബാറക്ക് ഒളിച്ചിരുന്ന് നോക്കുമ്പോ കരഞ്ഞ് 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 കണ്ണീരൊഴുകി ആ മുസല്ലയിൽ ഇബ്നുൽ മുബാറക്കിന്റെ അടിമ പൊട്ടിത്തളർന്ന് വീഴുകയാണ്. ഇബ്നുൽ മുബാറക്ക് ഓടിപ്പോടി വിളിച്ചു വെക്കുകയാണ്, എന്റെ വീട് നിനക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള വീടാണല്ലോ, എന്റെ വീടിനകത്ത് ഈ വാദത്തിൽ നിനക്ക് സൗകര്യമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാനറിയാറ് ഈ പള്ളിപ്പറമ്പിൽ ഇന്നടക്കിയ കബറിന്റെ അടുത്ത് വന്ന് നമസ്കരിക്കുന്നത്? അടിമ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട നേതാവേ, ഇന്ന് ഈ കബറിന്റെ ആദ്യ രാത്രിയാണ്. എല്ലാ ബന്ധങ്ങളും കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട സഹോദരനോട് ഇന്ന് മലക്കുകൾ ചോദ്യം ചെയ്യുന്ന രാത്രിയാണ്. നരകമാണെങ്കിൽ കബറിന്റെ കൊത്ത് നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ടുവന്ന് എറിയുന്ന രാത്രിയാണ്. സഹിക്കാൻ കഴിയുന്നില്ല യജമാനേ, വീട്ടിന്റെ അകത്ത് കിടന്നിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കും ഇതുപോലെ ഒരു ദിവസമുണ്ടല്ലോ, എന്റെ കൽബ് നീറുകയാ, എന്റെ ശരീരം ചൂടാകുകയാണ്. ഇന്നലെ അല്ലാഹുവേ, നിന്റെ കയ്യിൽ ചങ്ങലയുണ്ടെന്ന് നീ പറഞ്ഞല്ലോ, ആ ചങ്ങല ഈ പാവപ്പെട്ടവന്റെ കയ്യിലിടല്ലേ അല്ലാ. സബാരിയത്തിന്റെ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരെ എന്നെ കാണിച്ചു കൊടുക്കല്ലോ അല്ലാ. അവർ കാരുണ്യമില്ലാത്തവരാണല്ല, അവരെന്നെ അടിക്കുമല്ല, അവരെന്നെ ഇടിക്കുമല്ല. അവിടെ വീട് പടുകൂറ്റം ഇരുമ്പിന്റെ ആയുധങ്ങളുണ്ട് റബ്ബേ. എന്റെ തല പൊട്ടുമാറുച്ചത്തിൽ അവരെന്റെ തലച്ചോറടിച്ചു പൊട്ടിച്ച് കബറിന്റെ വെച്ചിട്ടെന്നെ ചവിട്ടി നിൽക്കുമല്ലോ. ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നതിനേക്കാൾ എന്റെ കൽബിന്റെ അകത്ത് ഏകാന്തത കിട്ടുന്നത് ഈ കബറിന്റെ അടുത്ത് വരുമ്പോഴാണ്. അല്ലോ, ഇന്നലെ വീട്ടിൽ കിടന്ന മനുഷ്യനല്ലേ, ഇന്നലെ വീട്ടിൽ കിടന്ന മനുഷ്യനല്ലേ, ഇന്നലെ ഭാര്യയോടൊത്ത് കഴിഞ്ഞവനല്ലേ, ഇന്നലെ മക്കൾ വാപ്പിച്ച ഇന്ന് വിളിച്ചോടി വന്നിട്ട് കവിളത്ത് മുത്തം കൊടുത്തവനല്ലേ. ഇന്നിതാ പച്ചമണ്ണിൽ എന്റെ ശരീരമേ പഠിക്കണോ എന്ന് പറഞ്ഞിട്ട് ചാട്ടവാറെടുത്തിട്ട് അടിമ സ്വന്തം ശരീരത്തിലടിക്കുമ്പോ ഇവരിൽ മുവാറൊക്കെ പൊട്ടിക്കരയുന്നു. ഒരടിമയുടെ ബുദ്ധി പോലും എനിക്കില്ലാതെ പോയല്ലോ. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മരണത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ഒരു ദിവസം 20 പ്രാവശ്യം ചിന്തിച്ചാൽ പെണ്ണിനെ കുറിച്ചല്ല, കള്ളിനെ കുറിച്ചല്ല, ഇങ്ങനെ പണമുണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, ആഡംബരത്തിന്റെ ജീവിതത്തെ കുറിച്ചല്ല, ഭൗതിക ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചല്ല. നീ മരിക്കുന്നോ, നിന്റെ റൂഹ് പിടിക്കുന്നോ, നീ അങ്ങനെ കിടക്കുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, ആ രംഗത്തെ കുറിച്ച് ചിന്തിച്ചാൽ എന്റെ പൊന്നുമോനെ, നിനക്ക് ഷഹീദിന്റെ കൂലിയാണ്, നിനക്ക് ഷഹീദിന്റെ